മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ ഒളിവിലോ? മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദ് വലിയൊരു കെണിയിൽപ്പെട്ടിരിക്കുകയാണ്. വളരെ നാണക്കെട്ട ഒരു കേസിലാണ് സി ദാവൂദ് ഇപ്പോൾ പെട്ടിരിക്കുന്നത്. പൊതുസ്ഥലത്ത് മാലിന്യം കൊണ്ട് തള്ളിയതിനാണ് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മലപ്പുറം വാഴക്കാട് പോലീസാണ് സി ദാവൂദിനെതിരെ പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ചതിന് കേസെടുത്തിരിക്കുന്നത്. ഇനി എന്താണ് ഈ സംഭവം എന്ന് നമുക്ക് പരിശോധിക്കാം. വാഴയൂർ ഗ്രാമപഞ്ചായത്തിലെ താഴം ഭാഗത്ത് വൻതോതിൽ അജൈവ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. പ്ലാസ്റ്റിക് അടക്കമുള്ള അജൈവ മാലിന്യങ്ങൾ. നാട്ടുകാർ ഈ വിവരം കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ ഷിജിനെ വിളിച്ചറിയിച്ചു. ഇതുപോലെ പ്ലാസ്റ്റിക് അടക്കമുള്ള വലിയൊരു മാലിന്യ കൂമ്പാരം ഇവിടെ ഉണ്ടായിട്ടുണ്ട്, എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് അറിയണം എന്നുള്ള രീതിയിൽ ഷിജിനോട് നാട്ടുകാർ പരാതിപ്പെട്ടു. ഷിജിൻ ബ്ലോക്ക് കമ്മിറ്റി അംഗമായിട്ടുള്ള, അതായത് കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടുള്ള ഷിജിൻ ഈ വിവരം പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചു. വാഴയൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതരെ അറിയിച്ചു. പഞ്ചായത്ത് അധികൃതർ ഈ മാലിന്യ കൂമ്പാരത്തിന്റെ അടുത്തെത്തി വിശദാംശങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഇതിൽ ഈ സി ദാവൂദിന്റെ പേരിലുള്ള നിരവധി കവറുകൾ കണ്ടെടുത്തു. അതേപോലെ അയാളുടെ മകളുടെ സ്കൂൾ ഐഡന്റിറ്റി കാർഡുകൾ കണ്ടെടുത്തു. അങ്ങനെ പഞ്ചായത്ത് അധികൃതർക്ക് പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യമായി ഇത് സി ദാവൂദിന്റെ മാലിന്യങ്ങളാണ് എന്ന് പഞ്ചായത്ത് അധികൃതർ കൃത്യമായി തന്നെ ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സി ദാവൂദിനെ വാഴയൂർ പഞ്ചായത്ത് വിളിച്ചു വരുത്തിയിട്ട് വാഴയൂർ പഞ്ചായത്ത് സെക്രട്ടറി ഇതിന്റെ കാരണം അന്വേഷിച്ചു. എന്തുകൊണ്ടാണ് മാലിന്യം അവിടെ തള്ളിയത്? അതിനെതിരായിട്ട് താങ്കൾക്ക് നിയമ നടപടി നേരിടേണ്ടി വരും, പഞ്ചായത്ത് നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് വാഴയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സി ദാവൂദിനെ അറിയിച്ചപ്പോൾ അയാൾ സെക്രട്ടറിയോട് തട്ടിക്കയറുകയാണ് ചെയ്തത്. ഞാൻ ഇവിടുത്തെ വലിയ മാധ്യമ പ്രവർത്തകനാണ്, അതുകൊണ്ട് എനിക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ തുടങ്ങിയിട്ടുള്ള ഭീഷണി മുഴക്കുകയാണ് ചെയ്തതെന്നാണ് പുറത്തു വരുന്ന വിവരം. എന്നാൽ പഞ്ചായത്ത് സെക്രട്ടറി ഇയാളുടെ ഭീഷണിക്ക് വഴങ്ങാതെ ഈ വിവരം പോലീസിനെ അറിയിച്ചു. മലപ്പുറം വാഴക്കാട് പോലീസ് സ്റ്റേഷന്റെ അധികാര പരിധിയിലാണ് ഈ ഒരു കുറ്റകൃത്യം നടന്നിരിക്കുന്നത്. അങ്ങനെ വാഴക്കാട് പോലീസ് ഈ സി ദാവൂദിനെതിരായി ഇപ്പോൾ FIR ഇട്ടിരിക്കുകയാണ്. ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇനി ആരാണ് ഈ സി ദാവൂദ് എന്നതിനെ സംബന്ധിച്ച് നമുക്കറിയേണ്ടതുണ്ട്. കാരണം ഇയാൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടിയാലോചന സമിതി അംഗമാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നമുക്കറിയാമല്ലോ, മദൗദി സ്ഥാപിച്ച ഒരു മത രാഷ്ട്രവാദ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. പാകിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ വളരെ സജീവമായി നിലനിൽക്കുന്ന ഒരു വിഘടനവാദ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ നിരവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു തീവ്ര വർഗീയ സംഘടനയാണ്. ഇന്ത്യയിൽ മാത്രമാണ് ഇവർ സമാധാനപരമായി നിലനിൽക്കുന്നത്. മറ്റ് രാജ്യങ്ങളിൽ, പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും ശ്രീലങ്കയിലായാലും ഇവർ നിരവധി കുറ്റകൃത്യങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ്. ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്ലാം മത രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതാണ്. പാകിസ്ഥാനെ ഇസ്ലാമികവൽക്കരിക്കുക, ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കുക, ശ്രീലങ്കയെ ഇസ്ലാമികവൽക്കരിക്കുക, ബംഗ്ലാദേശിനെ ഇസ്ലാമികവൽക്കരിക്കുക, അങ്ങനെ ക്രമേണ ഈ രാജ്യങ്ങളെ മുഴുവൻ ഇസ്ലാമികവൽക്കരിച്ചുകൊണ്ട്, ലോകമാകെ ഇസ്ലാമികവൽക്കരിച്ചുകൊണ്ട് ഒരു ഇസ്ലാമിക മത രാഷ്ട്രം അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക മത ലോകക്രമം ഉണ്ടാക്കുക എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്യന്തികമായ ലക്ഷ്യം. അതിനുവേണ്ടി കയ്യും കാലുമിട്ടടിക്കുന്ന, അതിനുവേണ്ടി നാക്കിട്ടടിക്കുന്ന, അതിനുവേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരാളാണ് ഈ സി ദാവൂദ്. ഇദ്ദേഹം പറയുന്നത് മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പറയുന്ന മതരാഷ്ട്രവാദത്തിലേക്കാണ്. അയാളുടെ ആശയ പ്രചരണമാണ് അയാൾ നടത്തുന്നത്. ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കാനുള്ള രഹസ്യ അജണ്ട ഒളിച്ചു കടത്തുക എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉന്നത അധികാര സമിതിയായിട്ടുള്ള ഈ കൂടിയാലോചന സമിതിയിലെ അംഗമായിട്ടുള്ള ദാവൂദിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയപ്രചരണമാണ്. ആ ആശയപ്രചരണമാണ് ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലോകത്ത് നടക്കുന്ന മുഴുവൻ വിഷയങ്ങളെയും ഇസ്ലാമിന്റെ കണ്ണിക്കൂടെ കാണുകയും ഇസ്ലാമിക വൽക്കരണം എന്നുള്ള ആത്യന്തിക ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും മുതിർന്ന അല്ലെങ്കിൽ ഏറ്റവും ഉന്നതാധികാരത്തിലിരിക്കുന്ന ആളാണ് ഈ സി ദാവൂദ്. ഈ സി ദാവൂദാണ് ഇപ്പോൾ ഈ മാലിന്യം കൊണ്ട് തള്ളിയിരിക്കുന്ന കേസിൽ ഇപ്പോൾ അയാൾക്കെതിരായിട്ട് മാലിന്യം തള്ളിയിരിക്കുന്ന കേസിൽ കുടുങ്ങിയിരിക്കുന്നത്. ഇനി പോലീസ് പറയുന്ന കാര്യം എന്ന് പറയുന്നത്
ഇയാൾ വീട് മാറിയപ്പോഴാണ് ഇത്രയധികം മാലിന്യങ്ങൾ വന്നത്. ഇയാൾ വീട് മാറിയപ്പോൾ അയാളുടെ ആ പഴയ വീട്ടിലുണ്ടായിരുന്ന ഈ മാലിന്യങ്ങളൊക്കെ തന്നെ ഇയാളുടെ ഒരു അനുയായിയായിട്ടുള്ള നസീലിനെ ഏൽപ്പിച്ചു. ഇത് കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് തള്ളുക എന്നാണ് നസീലിനെ ഇയാൾ ഏൽപ്പിച്ച ചുമതല. അങ്ങനെ നസീലാണ് ഇയാളുടെ മാലിന്യങ്ങൾ കൊണ്ട് ഈ ജനവാസ പ്രദേശത്ത് കൊണ്ടിട്ടത്. അതുകൊണ്ട് ഈ നസീലും ഈ കേസിൽ ഇയാളുടെ കൂട്ടുപ്രതിയാണ്. അപ്പൊ FIR-ൽ സി ദാവൂദ് മാത്രമല്ല നസീൽ എന്ന് പറയുന്ന ഇയാളുടെ ശിങ്കിടിയും ഉണ്ട്. അങ്ങനെ ഈ രണ്ടു പേർക്കെതിരായി ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇനി പൊതുസ്ഥലത്ത് മാലിന്യം കൊണ്ട് തള്ളിയാൽ എന്തെല്ലാമാണ് ശിക്ഷ ലഭിക്കുക എന്ന് നമ്മുടെ ശുചിത്വ മിഷൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാലിന്യം പൊതുസ്ഥലങ്ങളിലോ ജലാശയങ്ങളിലോ റോഡുകളിലോ വലിച്ചെറിയുന്നത് ഗുരുതരമായ നിയമലംഘനമാണ്. കേരള മുനിസിപ്പാലിറ്റി നിയമം 1994, കേരള പഞ്ചായത്ത് രാജ് നിയമം 1994, ഖരമാലിന്യ പരിപാലന ചട്ടങ്ങൾ 2026 എന്നിവ പ്രകാരം ഇത്തരം പ്രവൃത്തികൾക്ക് കർശനമായ പിഴയും മറ്റ് ശിക്ഷാ നടപടികളും നിശ്ചയിച്ചിട്ടുണ്ട്. പൊതു സ്വകാര്യ സ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം വലിച്ചെറിയുകയോ കത്തിക്കുകയോ കുഴിച്ചു മൂടുകയോ ചെയ്താൽ കേരള മുനിസിപ്പാലിറ്റി നിയമം സെക്ഷൻ 335, കേരള പഞ്ചായത്ത് രാജ് നിയമം സെക്ഷൻ 219K എന്നിവ പ്രകാരം 5000 രൂപ വരെ തത്സമയ പിഴ ചുമത്താം. മലിനജലം പൊതുസ്ഥലത്തേക്കോ ജലാശയങ്ങളിലേക്കോ ഒഴുക്കിവിട്ടാൽ 5000 രൂപ മുതൽ 50,000 രൂപ വരെ പിഴ ലഭിക്കാം. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയോ വിൽക്കുകയോ ചെയ്താൽ ആദ്യ ലംഘനത്തിന് 10,000 രൂപ, രണ്ടാം ലംഘനത്തിന് 25,000 രൂപ, മൂന്നാം ലംഘനത്തിന് 50,000 രൂപ വരെ പിഴ ഈടാക്കും. പൊതുസ്ഥലങ്ങളിലോ ജലാശയങ്ങളിലോ മാലിന്യം തള്ളുന്നതോ കുഴിച്ചു മൂടുന്നതോ കത്തിക്കുന്നതോ ആയ സംഭവങ്ങളിൽ വാഹനത്തെയോ ആളെയോ തിരിച്ചറിയാൻ സഹായിക്കുന്ന വിധം ഫോട്ടോ, വീഡിയോ എടുത്ത് 9446700800 എന്ന വാട്സാപ്പ് നമ്പറിൽ അറിയിച്ചാൽ ഈടാക്കുന്ന പിഴത്തുകയുടെ 1/4 പാരിതോഷികമായി ലഭിക്കും. അതായത് സി ദാവൂദ് തള്ളിയിരിക്കുന്ന ഈ മാലിന്യം ആരാണോ ആദ്യം കണ്ടത് അയാൾക്ക് നിശ്ചിതമായിട്ടുള്ള ഒരു പാരിതോഷികം ലഭിക്കും. ദാവൂദിനെ സംബന്ധിച്ചാണെങ്കിൽ പിഴയും ശിക്ഷയും ഈടാക്കുന്ന തരത്തിലുള്ള നിയമങ്ങളാണുള്ളത്. അതിലെ ഏതാണ് ഇയാൾക്കെതിരെ ചുമത്തേണ്ടത് എന്നുള്ളത് അതത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ്. ഇയാൾക്കെതിരെ എന്ത് കുറ്റമാണ് ചുമത്തേണ്ടത്? പിഴയും ഉണ്ട്, തടവ് ശിക്ഷയും ലഭിക്കുന്ന കുറ്റമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലെ ഗൗരവമായിട്ടുള്ള കുറ്റമാണ് എങ്കിൽ അത് തീരുമാനിക്കേണ്ടത് മലപ്പുറം വാഴക്കാട് പോലീസാണ്. വാഴക്കാട് പോലീസാണല്ലോ ഇയാൾക്കെതിരെ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് പ്രകാരം ഇയാളെ മാതൃകാപരമായി ശിക്ഷിക്കുക എന്നുള്ളതാണ് കേരളീയ പൊതുസമൂഹത്തിന്റെ ആവശ്യം. കാരണം ഇയാൾ കേരളീയ പൊതുസമൂഹത്തിൽ വന്നു നിന്നുകൊണ്ടാണല്ലോ ഈ സദാചാര പ്രസംഗം മുഴുവൻ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ നാട്ടുകാരെ നന്നാക്കാൻ ശ്രമിക്കുന്ന ഇയാളെ ആദ്യം നന്നാക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ലക്ഷ്യം. അത് തന്നെയാണ് കേരളീയ പൊതുസമൂഹവും ആവശ്യപ്പെടുന്നത്. ഇയാളെ മാതൃകാപരമായി ശിക്ഷിക്കുക. ആ ശിക്ഷ പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണം. കാരണം ഇയാൾ ദിവസവും ഈ പറയുന്ന അടുപ്പുകൂട്ടി ചർച്ച വഴി നമ്മൾ ഓരോരുത്തരെയും നന്മമരമാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇസ്ലാമിക ഭരണകൂടം സ്വപ്നം കണ്ടു കഴിയുന്ന ഒരാളാണ്. അപ്പോൾ അയാളെ മാതൃകാപരമായി ശിക്ഷിച്ച് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടും വിധം ആ ശിക്ഷ നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ പോലീസിന്റെയും നിയമ സംവിധാനത്തിന്റെയും ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അത് ആ നീതി നടപ്പിലായാൽ പോരാ, ആ നീതി നടപ്പിലായെന്ന് നമ്മൾക്ക് സാധാരണ ജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെടുകയും വേണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.